ഓലല്ല വന്നത് കാണാൻ ആദ്യം ഒരു ദ്വാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പിന്നെ ഒതെന്താ സംഭവം ഇതങ്ങട്ട് ഇടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണ് കയ്യിൽ നിന്ന് ഊരിയതാണ്. ഇതൊരു സഹോദരി കയ്യിൽ നിന്ന് ഊരിയതാണ്. എന്തിനാറിയോ? തന്റെ കുട്ടി തീരെ സുഖം ഉണ്ടായിരുന്നില്ല, വളരെ പ്രയാസത്തിലായിരുന്നു. ഈ ഇമ്മറത്ത് വന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ എന്റെ കുട്ടിന്റെ രോഗം മാറിയാൽ എന്റെ കൈമ കിടക്കണ വളം ഞാൻ എന്ത് ചെയ്യും? ഞാൻ തങ്ങൾ പാപ്പ കൂടി കൊടുക്കണം. നാളെ സ്വർഗത്തിലുള്ള തങ്ങളെ കൂടെ ഒരുപാട് സ്വർണ്ണാപം നടന്നിട്ട് ആ കുടുംബത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. അറിയോ, വലിയ രോഗം ഞാൻ പറയുന്നില്ല, വൈദം കുട്ടിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്തായില്ലേ, ശിഫയായി. പല വാപ്പിയുണ്ട്, കുട്ടിയുണ്ട്. പക്ഷെ എന്താ കൂടുതൽ നമുക്ക് പറ്റില്ല, പിന്നെ വൈറസ് കയറണ്ട. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോടെ രോഗം ഖാലിഖായ പടച്ചിറക്കി ശിഫയാക്കി കൊടുത്തു. വർത്താനം പോണം, പുറത്തു പോണം, ആ പുസ്തകം വായിക്കാൻ, ആ ബുക്ക് വായിക്കാൻ. ചെറുപ്പാപ്പാന്റെ കൊടിമരത്തിന്റെ ചോട്ടിലല്ല, പാപ്പാന്റെ സാന്നിധ്യം ബുക്ക് നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കും. പോകുമ്പോൾ ഈ ഉമ്മറൊന്നും തന്നെയല്ലേ സോദനല്ലേ? പെണ്ണ് കെട്ടിയതിന് കുടുങ്ങി കിടക്കാം, പെണ്ണുങ്ങളെ കൊടുത്ത സമയത്തില്ല. അപ്പോ വർത്താനം പോലെ പുറത്താക്കും. നിങ്ങൾ ബാക്കിൽ കാത്തേരാ എടോ, നിന്റെ ബാക്കിൽ പുറത്താക്കും ഞാൻ, പുറത്താക്കും ഞാൻ. വർത്താനം പറയരുത് കേട്ടോ. ഞാൻ വിട്ടു നിന്നേ, വിട്ടു അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം ആ കൊടിമരത്തിന് പാപ്പുണ്ടവിടെ, മനസ്സിലായില്ലേ? ഇത് എന്ത് ചെയ്യണ്ട, കുരുത്തക്കെട് വാങ്ങരുത് കേട്ടോ. കസാല തകയില്ലേ, ആണുങ്ങളൊക്കെ തോന്നി. അപ്പോ തന്റെ കുട്ടിക്ക് അസുഖം വലിയ പ്രയാസത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിലത്തെ വള എന്റെ കുട്ടിന്റെ രോഗം മാറി തങ്ങൾപ്പാപ്പാനെ കൊണ്ടേ കൊടുക്കുന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ് രോഗം മാറി. ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്. അല്ലാഹു ഒരു ഫാത്തിഹ ഓതുന്നു. ഇതൊക്കെ വില നമുക്ക് ഉള്ളവർക്ക് ഇതിനൊരു വില ഉണ്ടാവില്ല. വേറെ പല ഉണ്ടോ പെണ്ണുങ്ങളെ കൈമ വളരെ പാവപ്പെട്ട കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ കൂടുതൽ സ്വർണ്ണാഭരണം വാങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആർക്കത് കല്യാണത്തിന് കുട്ടിന് അസുഖന്മാരാണത് വരുന്നത്, ആർക്കും കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടെ. ഇനി ആ പെണ്ണു മോൻക്ക് ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. വളരെ ഡേഞ്ചർ രോഗം അതാണ്. ബാക്കോട്ട് കസാലുണ്ട്. ഇന്ന് അവിടെ നിന്നാലും കാണും, പ്രശ്നം. അപ്പോ ഒരൊറ്റ ഫാത്തിഹയുടെ കുട്ടിക്ക് ദ്വാരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ വില അറിയാലോ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമോൾക്ക് രോഗമൊക്കെ കൊടുക്കാതിരിക്കട്ടെ, സന്തോഷമല്ല കൊടുക്കട്ടെ, ആ കുടുംബത്തിനുള്ള ബർക്കത്ത് നൽകട്ടെ. മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. മറ്റൊന്ന് കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ തരല്ല അല്ലാ. ഇനി ആ പൊന്നമോന്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറയപ്പെടുന്ന വൈറസ് കൊടുക്കരുത് റബ്ബേ. മക്കളെ റബ്ബേ നീ കാക്കണേ അല്ലാ. ഈ സ്വർണ്ണാഭരണ നാളെ ആഖിറത്തിൽ അനുകൂലമായി സാക്ഷി പറയണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ആരെ പ്രസംഗിച്ചത് മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങിയത് ആരും ദയവ് ചെയ്തിട്ട് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ജീവനാണ്. ഞാനിപ്പോ നിങ്ങളെ ചോറ് തരില്ല. അരിടാൻ പറഞ്ഞിട്ടോ കേട്ടുകൂടെ മൂപ്പര് ഇറച്ചി കുറഞ്ഞാൽ ചോറുണ്ടാക്കാം.